ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് എൻ്റെ സാരഥി. എനിക്ക് 2 പേരുണ്ട്. വേറൊരാളുണ്ട്. 65 മോഡൽ ഒരു ബുള്ളറ്റും കൂടിയുണ്ട്. ഇത് 2020 ഇന്നലത്തെ ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത് മൊത്തത്തിൽ അങ്ങ് ചെളിയായിരുന്നു. സാധാരണ വീട്ടിൽ ഞാൻ തന്നെയാണ് കഴുകുന്നത്. എൻ്റെ ഇഷ്ടത്തിന് സൗകര്യത്തിന് ഞാൻ പതുക്കെ ഇരുന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഡസ്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ സർവീസിന് കൊടുത്തത്. അവർ നന്നായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ ആദ്യമേ വെള്ളം അടിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ഡീസൽ ഒഴിച്ച് തേച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോം ഇട്ടതാണ്, അതിനിട്ട് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം അടിച്ച്, പിന്നെ എയർ അടിച്ച് തുടച്ച്, പിന്നെ വെയിലത്ത് വെച്ച് ബാക്കിയുള്ളതെല്ലാം കളഞ്ഞ് അങ്ങനെയാണ് അവർ നല്ല വൃത്തിയായിട്ടാണ് സർവീസ് ചെയ്ത് തരുന്നത്. നല്ല സർവീസാണ്. നമ്മുടെ ലായ്ക്കാടുള്ള ചങ്ങനാശ്ശേരി ലായ്ക്കാട് ബൈപ്പാസിൻ്റെ അടുത്തുള്ള ഒരു സർവീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഇത് 2020 മോഡലാണ്. ഇത് സിഗ്നൽസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ വണ്ടി ആർമിക്ക് വേണ്ടിയിട്ടും ഇറക്കിയിരുന്നു. ഒരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണിത്. അപ്പോൾ ഇത് ആർമിക്ക് വേണ്ടി ഇറക്കിയിരുന്നു, പിന്നെ അത് മാർക്കറ്റിലേക്കും ഇറക്കിയതാണ്. നല്ല നല്ല വൈബ്രേഷൻ ഒന്നും ഇല്ലാത്ത, ഓടിക്കാൻ നല്ല സുഖമുള്ള ബുള്ളറ്റിൻ്റെ മോഡലുകളിൽ ഒരു മോഡലാണ് ഈ സിഗ്നൽസ് എന്ന് പറഞ്ഞ മോഡൽ. നല്ല യാത്രാസുഖമുണ്ട്. വണ്ടിക്ക് നല്ല വെയിറ്റാണ്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 193 97 കിലോ വെയിറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. മറ്റേ പഴയ വണ്ടിക്കൊക്കെ 163 165 കിലോ ഒക്കെയാണ് വെയിറ്റെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന പഴയ വണ്ടിക്ക് 65 കിലോയാണ്. 165 കിലോ അതിൻ്റെ വെയിറ്റ്. പക്ഷേ ഇത് അതുപോലെയല്ല. വണ്ടി നമുക്ക് ഓടിക്കാനൊക്കെ വെയിറ്റ് ഉള്ളതുകൊണ്ടും പിന്നെ യാത്രയ്ക്കുമൊക്കെ നല്ല സുഖമാണ്. ഇപ്പോൾ അത് എയർ അടിക്കുകയാണ്. എയർ അടിച്ച് അല്ല സ്വിച്ചിനകത്തും അവിടെ ഇവിടെയൊക്കെ ഉള്ള എയറെല്ലാം അടിച്ച് കളഞ്ഞ് എന്നിട്ട് പിന്നെ അത് തുടച്ച് കഴിഞ്ഞ് പിന്നെ ഒരു വെയിലത്ത് വെക്കും. നല്ല സർവീസാണ്. നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് 2 വീലറൊക്കെ സർവീസിന് കൊടുക്കാം. പിന്നെ റേറ്റ് മറ്റുള്ളിടത്തിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ്. ഇവിടെ 2 വീലർ ബുള്ളറ്റ് സർവീസ് ചെയ്യുന്നതിന് 300 രൂപയാണ് മേടിക്കുന്നത്. എൻ്റെ അറിവിൽ മറ്റുള്ളിടത്തൊക്കെ 200 ഉള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ. എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ റൈഡേഴ്സ് ഉപയോഗിക്കുന്നത് റോയൽ എൻഫീൽഡാണ്. മറ്റുള്ളതൊക്കെ കുറച്ച് പരിമിതിയേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ഒരുപാട് വർഷമായിട്ട് 40 വർഷത്തോളമായി ഞാൻ ബുള്ളറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉപയോഗവും ഇതിൻ്റെ കാര്യങ്ങളും ചെറിയ മെക്കാനിക്സും ഒക്കെ എനിക്ക് അറിയാം. ഞാൻ റൈഡ് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളും ടൂൾസും ഒക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.